ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് തുടക്കം തന്നെ കടക്കുന്നത്. തീവ്രവാദ സംഘടനയായ സിമിയുടെ നിരോധനം നീട്ടി. 5 വർഷത്തേക്കാണ് നിരോധനം നീട്ടിയത്. UAPA നിയമപ്രകാരമാണ് നടപടി. തീവ്രവാദത്തോട് സന്ധിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. മിഥുൻ, തീവ്രവാദ സംഘടനയായ സിമിയുടെ നിരോധനം വീണ്ടും 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം 2001 സിമിയെ കേന്ദ്രം നിരോധിച്ചത്. എന്താണ് പുതിയ തീരുമാനത്തിന്റെ കാരണം? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഭവ്യ, ഇപ്പോൾ നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 5 വർഷത്തെ കൂടി സിമിയുടെ നിരോധനം നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. 2019 ഇതിനു മുമ്പ് അവസാനമായി സിമി നിരോധിക്കപ്പെടുന്നത്. 2001 ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ 2001 ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സിമി നിരോധിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ സിമി നിരോധനം നീട്ടുന്നത് നമ്മൾ കാണുകയും ചെയ്തു. 2019 അതായത് ഈ നിരോധനം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹമ മുഹമ്മദ് സിദ്ദിഖി നൽകിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യുന്നു. പിന്നീട് അതിൽ സത്യവാങ്മൂലത്തിലൂടെ കേന്ദ്ര സർക്കാർ അതിന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. അതായത് നിരോധനം നീട്ടുന്ന നിലപാട് തന്നെയാണ് കേന്ദ്രത്തിനുള്ളത്. അതായത് നിരവധി തവണ 2001 ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ട് പോലും തന്നെ പല സംഘടനയായി ഇത് രൂപാന്തരപ്പെടുകയും ഒപ്പം തന്നെ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം ഏകോപിപ്പിക്കുകയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇന്ന് കാലാവധി, ഈ നിരോധനം ഏർപ്പെടുത്തിയതിന്റെ കാലാവധി ഈ മാസം അവസാനത്തോടു കൂടി തീരാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സിമി നിരോധനം വീണ്ടും 5 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതായത് നിലവിൽ 2019 അന്ന് പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് സിമി പ്രവർത്തകരുടെ പങ്കാളിത്തം ആരോപിക്കുന്ന 58ഓളം കേസുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പട്ടികപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ അവർ സമർപ്പിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ നിരവധി കേസുകൾ ഇതിനുമായി ബന്ധപ്പെട്ട്, അതായത് 2019 ജനുവരി 31 5 വർഷത്തേക്ക് കൂടി ഈ നിരോധനം ഏറ്റവും ഒടുവിൽ നീട്ടുന്നത്. പിന്നീട് സിമി പ്രവർത്തകരുടെ പങ്കാളിത്തം ആരോപിക്കുന്ന കേസുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2014 ഭോപ്പാലിലെ ജയിൽ തകർക്കൽ, ഒപ്പം തന്നെ 2014 തന്നെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും 2017 ബോധ്ഗയയിലുണ്ടായ ആക്രമണങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു കേന്ദ്രത്തിന്റെ പട്ടിക. കൂടാതെ തന്നെ ബംഗളൂരിലെ സ്ഫോടനവും കൂടാതെ ഹൈദരാബാദിലെ സ്ഫോടനം അടക്കമുള്ള കാര്യത്തിൽ സിമിക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു. അതിൽ കൃത്യമായ തെളിവുകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതി അറിയിച്ചതിന് ശേഷമായിരുന്നു പിന്നീട് ഈ ഒരു നടപടി അവർ പുതുക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ മാസം അവസാനത്തോടു കൂടി സിമിയുടെ നിരോധനം അത് കാലാവധി അവസാനിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും 5 വർഷത്തേക്ക് കൂടി UAPA നിയമപ്രകാരം സിമിയുടെ നിരോധനം നീട്ടാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറായിരിക്കുന്നതായാലും തീവ്രവാദത്തോട് സന്ധിയില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. തീവ്രവാദത്തോട് സന്ധിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് തുടക്കം മുതൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്? ഭവ്യ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2001 ആദ്യം ഇത് നിരോധിക്കുന്നത്. അതായത് 1977 ഏപ്രിൽ 25 സിമി നിലവിൽ വരുന്നതെന്ന് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജിഹാദ്, ജേസീയതയെ ഇല്ലാതാക്കുക, ഇസ്ലാമിക ഭരണം ഉൾപ്പെടെ ലക്ഷ്യങ്ങളോടെയാണ് ഈ സിമി ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നടന്ന ചില തീവ്രവാദ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ 2001 ഇത് നിരോധിക്കാൻ കാരണമാകുന്നത്. പിന്നീട് നിരവധി പ്രദേശങ്ങളിൽ ഇന്ത്യയിലെ പല ഭാഗത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത സംഘടന കൂടിയാണ് സിമി. ഭാരതത്തിന്റെ പരമാധികാര